അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ ഫ്രിഡ്ജൊക്കെ നന്നാക്കിയപ്പോഴേ അപ്പോൾ അതിൽ കുറച്ച് ഫ്രൂട്ട്സ് കണ്ടു. അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് മുറിച്ച് വെച്ചതാണ് കേട്ടത്. അപ്പോൾ ഫ്രൂട്ട്സ് നേരിട്ട് ഇങ്ങോട്ട് കഴുകി നമ്മൾ മുറിച്ച് കഴിക്കാൻ പാടില്ല കേട്ടോ. അത് കുറച്ച് സമയം എന്ത് ചെയ്യണം, മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെച്ചിട്ട് അതിന് ശേഷം കഴുകി വൃത്തിയാക്കുക. അതിന് ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഒക്കെ അങ്ങനെ തന്നെ നല്ലോണം നമ്മൾ കുറച്ച് സമയം മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെക്കണം കേട്ടോ. ഞങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യാറ്. ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫ്രൂട്ട്സ് ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇരിക്കണം, ആരും ഇങ്ങനെ മുറിച്ച് കഴിക്കണമൊന്നും കാണില്ല. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായതുകൊണ്ടൊന്ന് കളർഫുൾ ആയും ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നല്ലോണം ഒന്നും ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചപ്പോൾ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. അല്ലാതെ സമയം അവർ പേരയ്ക്ക് ആപ്പിളൊന്നും അങ്ങനെ കഴിക്കൂല. ഡ്രാഗൺ ഫ്രൂട്ട് എന്തുകൊണ്ടും അറിയില്ല, അവർക്ക് നല്ല ഇഷ്ടമാണ്. എൻ്റെ അഭിപ്രായത്തിൽ അത്ര ടേസ്റ്റിയുള്ളൊരു ഫ്രൂട്ടൊന്നും അല്ല അത്, പക്ഷെ എന്താ അറിയില്ല മക്കൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നോമ്പിനാണ് നമ്മൾ കൂടുതലും ഫ്രൂട്ട്സ് ഉപയോഗിക്കാതെ, നമുക്ക് എല്ലാ ദിവസവും മസ്റ്റാണല്ലേ ടേബിളിൻ്റെ പുറത്ത് ഇങ്ങനെ കാണുന്നത്. അല്ലാത്തപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കൂല എന്നല്ല, അവന് ആവശ്യമുണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ വാങ്ങുള്ളൂ. നോമ്പിനാകുമ്പോൾ എപ്പോഴും വാങ്ങുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നോമ്പിൻ്റെ ഒരു ഫീലിംഗ് എന്ന് മക്കളൊക്കെ എന്നോട് പറഞ്ഞു. അങ്ങനെ ഫ്രൂട്ട്സ് ചെത്തി പാത്രത്തിൽ വെച്ചപ്പോഴേ എന്തായാലും നമ്മളെ ഭക്ഷണത്തിൻ്റെ കൂടെ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്, നമ്മളെ ശരീരത്തിന് നല്ല ഹെൽത്തി ഉണ്ടാവും.